ഈ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ച് 3 സെമി സർക്കിൾ ഉണ്ട്. ദെൻ ഒരു ട്രയാങ്കിൾ ഉണ്ട്. എ ബി സി എന്നാണ് പേര്. എ ബി സി എന്നാണ് പേര്. ഓക്കെ, എ ബി സി എന്നാണ് പേര്. എ ബിയുടെ ലെങ്ത് 21 ബി സിയുടെ ലെങ്ത് 28 എ സിയുടെ ലെങ്ത് 35. നമ്മൾക്ക് പറഞ്ഞിരിക്കുന്ന ഷെയ്ഡഡ് പാർട്ടിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഷെയ്ഡഡ് ആയിട്ട് തന്നിരുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഷെയ്ഡഡ് ആയിട്ട് തന്നിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, ദെൻ ഈ ഒരു പോർഷൻ ഇതാണ് മൊത്തത്തിൽ ഷെയ്ഡഡ് ആയിട്ട് പറഞ്ഞിരുന്നത്. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരുന്നത്. അപ്പം നമുക്ക് ആദ്യം നോർമലായിട്ട് എങ്ങനെ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഷോർട്ട് കട്ട് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞാൻ ഓരോ പോർഷനും ഞാൻ കളർ ചെയ്തിട്ട് നമ്പർ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഓരോ പോർഷനും ഞാൻ എന്ത് ചെയ്യുന്നു, കളർ ചെയ്തിട്ട് നമ്പർ കൊടുക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ ഞാൻ കളർ ചെയ്തേക്കാം. ഓക്കെ, ഇത് ആദ്യത്തെ ഷെയ്ഡ് പോർഷൻ. ദെൻ നമുക്ക് താഴെ ഒരു പോർഷൻ ഉണ്ട്. ഓക്കെ, ദെൻ ഇവിടെ വേറൊരു പോർഷൻ കിടപ്പുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ ഒരു ഷെയ്ഡഡ് പോർഷൻ കിടപ്പുണ്ട്. ഓക്കെ, ഒരു ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ്, ചെയ്യാനല്ല, കാര്യം മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ കളർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പിങ്ക് കളറിലുള്ള പോർഷന് ഞാൻ 1 കൊടുത്തു, ഇതിന് 2 കൊടുത്തു, ട്രയാങ്കിൾ പോർഷന് 3 കൊടുത്തു, ഇത് 4 കൊടുത്തു, ഇത് 5 കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലോട്ട് എടുക്കാം. ഓക്കെ, ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ സെമി സർക്കിൾ എന്ന് പറയുന്നത് 1ഉം 2ഉം അടങ്ങിയ സെമി സർക്കിൾ, അതിൻ്റെ ഏരിയ എടുക്കുകയെന്ന് വിചാരിക്കാം. 1ഉം 2ഉം അടങ്ങിയ സെമി സർക്കിളിൻ്റെ ഏരിയ എടുക്കുകയെന്ന് വിചാരിക്കാം. ഓക്കെ, ദെൻ രണ്ടാമത്തെ സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ 4ഉം 5ഉം അടങ്ങിയ സെമി സർക്കിളിൻ്റെ ഏരിയ എടുക്കാമെന്ന് വിചാരിക്കാം. 4ഉം 5ഉം, അതായത് നീല പോർഷനും പച്ച പോർഷനും അടങ്ങിയ സെമി സർക്കിളിൻ്റെ ഏരിയ എടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 2 പോർഷനും അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും അല്ലേ. ഇനി അടുത്ത് കഴിഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എടുക്കാമെന്ന് വിചാരിക്കാം. ട്രയാങ്കിളിൻ്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ പോർഷൻ, ആ ഓറഞ്ച് പോർഷൻ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആവും. ഇതിൽ നിന്നും ഞാനാണെങ്കിൽ ഇത്ര ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ കളറും ഇൻക്ലൂഡഡ് ആവും. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ എല്ലാ കളറും ഇൻക്ലൂഡഡ് ആവും. 1, 2, 3, 4, 5 എല്ലാ പോർഷനും ഇതിനകത്ത് കവർ ആയിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആദ്യത്തെ സെമി സർക്കിളിൻ്റെ ഏരിയ. ഇത് രണ്ടാമത്തെ സെമി സർക്കിളിൻ്റെ ഏരിയ, ഇത് ട്രയാങ്കിളിൻ്റെ ഏരിയ. ഇതിൽ നിന്നും വലിയ സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഏരിയ ഞാൻ സപ്പോസ് കുറച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഏതൊക്കെ പോർഷൻ ഉണ്ടാവും, 2, 3, 4. ഈ ഏരിയ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ എന്ത് വരും, 2 പോവും, 2 വെട്ടിപ്പോവും, കുറയ്ക്കുകയല്ലേ, 3 വെട്ടിപ്പോവും, 4 വെട്ടിപ്പോവും. ബാക്കി പോയിട്ട് എന്തുണ്ടാവും, 1ഉം 5ഉം. ആ 1ഉം 5ഉം അല്ലേ സത്യം പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഷെയ്ഡഡ് ആയിട്ട് തന്നിട്ടുള്ളത്. ആ 1ഉം 5ഉം അല്ലേ ക്വസ്റ്റ്യനിൽ ഷെയ്ഡഡ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇതാണ് നോർമൽ ആയിട്ടുള്ള വഴി. അപ്പോൾ നമ്മൾ അതെങ്ങനെ ചെയ്യും, അതെങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം സെമി സർക്കിളിൻ്റെ ഏരിയ. ഓക്കെ, ആദ്യത്തെ സെമി സർക്കിൾ എന്ന് പറയുന്നത് ഇതാണ്. ഈ 28 ലെങ്ത് ഉള്ള പോർഷൻ, അതായത് ബി സി ഡയമീറ്റർ ആയിട്ടുള്ള സെമി സർക്കിൾ. സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ πr²/2. πr², ഇത് ബി സി ഡയമീറ്റർ ആണ്, r², πr²/2. ഇതാണ് അതിൻ്റെ ഏരിയ വരുന്നത്. പ്ലസ് രണ്ടാമത്തെ കേസിൽ നമ്മൾ നോക്കിയത് 21 സൈഡഡ് ആയിട്ടുള്ള, അതായത് എ ബി സൈഡഡ് ആയിട്ടുള്ള സെമി സർക്കിളിൻ്റെ എന്ത് ഏരിയ, πr²/2. r എന്ന് പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്ററിൻ്റെ പകുതി, 21 എന്ന് പറയുന്ന ആ ഡയമീറ്റർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. പ്ലസ് ആ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ, നിങ്ങൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ, അല്ലെ വേണ്ട, ട്രയാങ്കിളിൻ്റെ ഏരിയ ഞാൻ അങ്ങനെ തന്നെ എടുക്കാം. ഇത് ഏരിയ ഓഫ് ട്രയാങ്കിൾ അങ്ങനെ തന്നെ വെച്ചു. മൈനസ്, ഇനിയിപ്പോൾ അടുത്ത നോക്കുകയാണെങ്കിൽ പൈ
ബൈ 2 ഇൻറ്റു വലിയ സെമി സർക്കിൾ. വലിയ സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ 35/2 സൈഡുള്ള സെമി സർക്കിൾ, ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ദെൻ ട്രയാങ്കിളിൻ്റെ സ്ക്വയർ ഏരിയ അവിടെ തന്നെ ഇരിക്കട്ടെ. നിങ്ങൾ ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതായത് ഇത്രയും പോർഷൻ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന വാല്യൂ 0 ആയിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 35ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു സെമി സർക്കിൾ എടുത്തു കഴിഞ്ഞ് ആ സെമി സർക്കിളിൽ നിന്ന് നമ്മൾ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ സെമി സർക്കിളിൽ വരുന്ന ട്രയാങ്കിളുകൾ പൊതുവെ എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ തന്നെ ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 28, 21, 35. ഓക്കെ, നിങ്ങൾക്ക് ഇതിനെ എല്ലാത്തിനെയും 7 വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ സൈഡിൻ്റെ റേഷ്യോ 3:4:5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രിപ്ലറ്റ് ആണ്. ഇതിനെ 7 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3:4:5 ഇത് ട്രിപ്ലറ്റ് ആണ്. അതായത് ഈ കിടക്കുന്ന ആംഗിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ അറിയാവുന്നത്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ബേസിൻ്റെ സ്ക്വയർ പ്ലസ് ഹൈറ്റിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് വരും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 35/2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതിന് നമുക്ക് വേണമെങ്കിൽ 28/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 21/2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്തു. ബാക്കി എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ 0 എന്ന് വരും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ആ നടുക്ക് കിടക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഇത് പൊതുവേ തന്നെ നമുക്ക് എന്തായിരിക്കും, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/2 × 28/21 ചെയ്താൽ മതി. ഇതാണ് ഷോർട്ട് കട്ടായിട്ടുള്ള ഏറ്റവും വലിയ മെത്തേഡ്. അതായത് ഈ പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ കട്ട് ചെയ്ത് പോയിട്ട് എത്ര വരും? 14. 21 × 14 ആയിരിക്കും ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ. 14 × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ആണ്. 14 × 2 എന്ന് പറയുമ്പോൾ 28. 28 1 29. ഇതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. 294. ഓക്കെ. ദെൻ സപ്പോസ് ഈ ഒരു ഫിഗർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതൊരു ഫുൾ സർക്കിളായിട്ട് വരച്ചു. അതുപോലെ തന്നെ ഇവിടെയും ഒരു ട്രയാങ്കിൾ വന്നു. ഇതിൻ്റെ ഡിപ്റ്റോ ആയിട്ട് നേരെ താഴെ ഇതേപോലെ സെയിം പോർഷൻസ് ആയിട്ട് വരുന്നു. അങ്ങനെയാണ് എങ്കിൽ എന്നിട്ട് നമ്മുടെ കയ്യിൽ ഈ മൊത്തത്തിലുള്ള ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫോം ആകുന്ന സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ, ഇവിടെ ഫോം ആകുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ഫോം ആകുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അതായത് ഇങ്ങനെ ഒരു ഫിഗറാണ് വരുന്നതെങ്കിൽ മൊത്തം 1, 2, 3, 4 ഷെയ്ഡഡ് പോർഷനും ചോദിച്ചു കഴിഞ്ഞാൽ ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടും.